ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നേരത്തെയുള്ള എക്സിറ്റ് പോളിനനുസരിച്ചാണോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പം മാറി മറിയുന്ന ട്രെൻഡ് എന്നാണ് പറയുന്നത്. എന്നാൽ വെച്ചാൽ ഈ NDA സഖ്യത്തെ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി മുന്നേറുന്നു എന്നാണോ മനസ്സിലാകുന്നത്? അല്ല, ഈ ട്രെൻഡുകൾ മാറി വരുന്നത് സ്വാഭാവികമാണ്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഒരു ലീഡ് ഉണ്ടാവും. പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ കൂടിപ്പോയ 5000 അല്ലെങ്കിൽ 10000-ൽ താഴെ വോട്ടുകളാണ് ഒരു മണ്ഡലത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടാവുക. അത് മാത്രമല്ല, പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ഉദ്യോഗസ്ഥർ, എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, ഗവൺമെൻറ് ജീവനക്കാർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വോട്ടാണ്. അത് സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സർവീസ് സംഘടനകൾ എന്നൊക്കെ പറയുന്നത് ഭൂരിപക്ഷവും ഇടതുപക്ഷ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ട്രെൻഡ് അനുകൂലമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ 9:45 നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന NDA മുന്നണി വീണു, കഥ കഴിഞ്ഞു, ഇന്ത്യ മുന്നണി കുതിച്ചു കയറുന്നു എന്നാണ്. അതേസമയം അത് പറഞ്ഞ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ പറയുന്നു 198 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ളൂ. ഇവർ NDAയും ഇന്ത്യ മുന്നണിയും നെക്ക് ടു നെക്ക് മത്സരം നടക്കുന്നു എന്ന് ഇവർ കാണിച്ച ഫിഗർ എന്ന് പറഞ്ഞാൽ NDAക്ക് 255 സീറ്റ്, ഇന്ത്യ മുന്നണിക്ക് 250 സീറ്റ്. തൊട്ട് പക്ഷെ ഇവർ തന്നെ പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ 198 മണ്ഡലങ്ങളുടെ കണക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കണക്ക് ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇനി നാഷണൽ മീഡിയയ്ക്ക് ഹിന്ദി മേഖലയിലുള്ള നെറ്റ്വർക്കൊന്നും നമ്മുടെ മലയാള ചാനലുകൾക്കില്ല. നാഷണൽ മീഡിയയിൽ ഇതേ സമയത്ത് ഇവർ 255 സീറ്റുകൾ NDAക്ക് പറയുമ്പോൾ നാഷണൽ ചാനലുകളെല്ലാം കാണിക്കുന്നത് ഇന്ത്യ ടുഡേയും റിപ്പബ്ലിക്കും NDTV അടക്കം കാണിക്കുന്നത് 294 സീറ്റുകളാണ്. എന്നുവെച്ചാൽ 300-നോട് അടുത്ത്. ഈ ഇന്ത്യ മുന്നണിക്ക് 214, ഇവർ കാണിച്ചിരുന്നത് 250 250 സീറ്റുകൾ ഇവർ കാണിക്കുമ്പോൾ നാഷണൽ ചാനലുകൾ കാണിക്കുന്നത് 214. NDAക്ക് ഇവർ 255 പറയുമ്പോൾ നാഷണൽ ചാനലുകളിൽ 294, കേവലം ഭൂരിപക്ഷം മറികടന്നു. അപ്പോൾ ഇവർ ഈ ഫിഗർ കാണിക്കുന്ന മലയാള ചാനലുകൾ പറയുന്നുണ്ട് 198 മണ്ഡലങ്ങളിലെ റിസൾട്ട് ഇലക്ഷൻ കമ്മിറ്റിൻ്റെ സൈറ്റിൽ വന്നിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ചാനൽ ഒരു സെക്കൻഡ്. അപ്പോൾ ഇവർക്ക് ഈ ഫിഗർ ഇവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവരൊന്നെങ്കിൽ വ്യാപകമായി ഹിന്ദി മേഖലയിൽ നെറ്റ്വർക്കുള്ള ചാനലുകളെ ഡിപ്പെൻഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഇവർക്ക് പ്രതിനിധികൾ ഉണ്ടാവണം. ഇല്ലല്ലോ, സാധ്യതകളില്ലെന്നല്ല, ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇവരുടെ സ്റ്റുഡിയോയിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു കണക്കാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ ചാനൽ റേറ്റിംഗ് കൂട്ടണം, അതിനുവേണ്ടി പ്രേക്ഷകരെ ഇങ്ങനെ മുൾമുനയിൽ പിടിച്ചു നിർത്തണം. ഇതിനു വേണ്ടിയിട്ട് ഒരു കൃത്രിമമായ ഒരു ഫിഗർ നമ്മുടെ ചാനലുകൾ രാവിലെ ഉണ്ടാക്കി എന്നത് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടും. അവസാനം അവർക്ക് സത്യം പറയേണ്ടി വരും. എങ്കിലും ഇതിൻ്റെ ഒരു ടെമ്പോ ആളുകളെ ഇങ്ങനെ ഉദ്വേഗഭരിതരാക്കുക, ഈ BJP വിരുദ്ധ പ്രോ ഇന്ത്യ മുന്നണിയായിട്ടുള്ള ആളുകളെ കേറ്റർ ചെയ്തുകൊണ്ടാണ് അവർ ഇന്നലെ വരെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും വന്ന് അല്ലെങ്കിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഇലക്ഷനിലൊക്കെ ആകെ വലിയ കുഴപ്പമായിരുന്നു. അവസാനം വരെ കട്ടയ്ക്ക് നിന്നിട്ട് അവസാന നിമിഷമാണ് NDA കുതിച്ചു കയറി. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള ഒരു ടെമ്പോ ഉണ്ടാക്കുക, ഇതെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ സിനു ഇപ്പോൾ പറയാൻ വന്നത് 249 മണ്ഡലങ്ങളിൽ NDA മുന്നിൽ, 251 ഇന്ത്യ മുന്നിൽ. എന്നിട്ട് ആ അവതാരം പറയുന്നത് 1 മിനിറ്റത്തേക്കെങ്കിലും ഇതാ NDA മറികടക്കുന്നു. ഇന്ത്യ ഉള്ളിലുള്ള സന്തോഷമാണ്. 1 മിനിറ്റെങ്കിലും മറികടക്കാൻ കഴിഞ്ഞതിൽ അത്ഭുതകരമാണ്, ആഹ്ലാദകരമാണ്. ആർക്ക് ആഹ്ലാദകരമാണ്? ആൾക്ക് ആഹ്ലാദകരമാണ്. അതെ, ആൾക്ക്, ഈ പറയുന്ന ആൾക്ക് ആഹ്ലാദകരമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എത്രയാ? 301 സീറ്റുകളിൽ NDA മുന്നിലെത്തി, 221 അവർ താഴ്ന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വരുന്ന ഒരു. അതെ, അപ്പോൾ ഇത് ചാനൽ റേറ്റിംഗിന് വേണ്ടി ഇങ്ങനെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ചാനലുകളുടെ സ്റ്റുഡിയോകളിൽ ഇങ്ങനെ ഒരു സ്റ്റോറി കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്, കണക്ക് കുക്ക് ചെയ്യുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈം കുറിച്ച് വെച്ച് ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ എത്രയുണ്ടായിരുന്നു, നാഷണൽ മീഡിയയിൽ എത്രയായിരുന്നു, കേരളത്തിൽ പറഞ്ഞത് എത്രയാണെന്നുള്ള ഒരു കണക്ക് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി വോട്ടെണ്ണുന്ന സമയത്തും ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുക. പിന്നെ ഒരു കാര്യത്തിൽ ഒരു സത്യം പറയുന്നുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി ഏതാണ്ട് വിജയം ഉറപ്പിച്ചു. ആകെ ഇതുവരെ കൗണ്ട് ചെയ്ത വോട്ടുകളുടെ 4/1 മേൽ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സുനിൽകുമാർ രണ്ടാമത് വരുന്നു. ഇപ്പൊ മലമറിക്കും എന്ന് വന്ന മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകുന്നു. കേരളത്തിൽ താമര വിരിയുകയാണ്. ഇന്ത്യയിൽ ഭരണമാറ്റം എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇന്ത്യ മുന്നണി അതിദയനീയമായി പരാജയപ്പെടും. തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. UPയിൽ ഏതാണ്ട് 35 സീറ്റിന് മുകളിലേക്ക് ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പതുക്കെ UPക്കാർ. കർണാടകയിൽ ഈ ബ്ലൂ ഫിലിം വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടും 20ഓളം സീറ്റുകളിൽ NDA മുന്നണി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണെന്ന് ഞാനിപ്പോൾ നോക്കുന്നത്
ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. സിനുജി റിപ്പബ്ലിക് നോക്കുന്നുണ്ട്, നമ്മൾ മലയാളം ചാനലുകളും കാണുന്നുണ്ട്, എല്ലാ ചാനലുകളും നമ്മൾ ഒരേ സമയം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരെ പറയുന്ന ചാനലുകൾ പോലും ദേശീയ തലത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഫിഗറാണ്. അപ്പോഴാണ് നമ്മുടെ മലയാള ചാനലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു തർക്കവും ഇല്ല. ഒരു സംശയമുള്ളത്, ഒരു ചാനൽ കാണിക്കുന്നത് തന്നെയാണ് മറ്റേ ചാനൽ കാണിക്കുന്നത്, അതാണ് അടുത്തതും കാണിക്കുന്നത് കേരളത്തിൽ. അതെന്തിനായിരിക്കും? അതെല്ലാം പ്ലാൻഡ് ആയിരിക്കും. ഇവരെല്ലാവരും ഈ ആവേശപ്പെടുത്തല്ലേ. നോക്കൂ, വാരണാസിയിൽ ഏതാണ്ട് ഹോട്ടലിനിടയ്ക്ക് ഒരു 10 മിനിറ്റോളം നരേന്ദ്രമോദി പിന്നിലേക്ക് പോയി. നരേന്ദ്രമോദി തോറ്റു എന്ന തരത്തിലാണ് പ്രചാരണം. അതായത് ഇന്ദിരാഗാന്ധി വീണതുപോലെ നരേന്ദ്രമോദി വീഴുകയാണ്, വാരണാസിയിൽ വീഴുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തൊരു ആഹ്ലാദമായിരുന്നു ഇവരുടെ കണ്ണുകളിലും ശബ്ദത്തിലും. അപ്പോൾ അവർക്ക് ഈ കഴുത കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ അവർ പറഞ്ഞു തീർക്കട്ടെ, ഒരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 350-നടുത്ത് 353 സീറ്റുകളായിരുന്നു NDAക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ആ സീറ്റുകളിലേക്ക് NDA തിരിച്ചു വരും എന്ന് തന്നെയാണ് ട്രെൻഡുകൾ. ഈ ചാനലുകൾ, മലയാള ചാനലുകൾ ഇപ്പോഴും കള്ളം പറയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.